അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ചില ആളുകൾ തൻ്റെ മക്കളെ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിലെ ഏതെങ്കിലും അംഗങ്ങളെ കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുപോകാറുണ്ട്. അതുപോലെ തന്നെ മോട്ടിവേഷൻ നൽകും എന്ന് കരുതിക്കൊണ്ട് ചില ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞയക്കാറുണ്ട്. എന്നാൽ ഇന്ന് മിക്ക മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ നിന്നും ലഭിക്കുന്നത് ഇസ്ലാമിനും ദീനിനും ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ്. പലപ്പോഴും പല മോട്ടിവേഷൻ ക്ലാസ്സുകളുടെയും ക്ലിപ്പുകൾ യാദൃശ്ചികമായി ഏതെങ്കിലും നിലക്ക് നാം കാണുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക തികച്ചും ഇസ്ലാമിനും സംസ്കാരത്തിനും വിരുദ്ധമായിട്ടായിരിക്കും അത്തരം ക്ലാസ്സുകൾ ഉണ്ടാകുന്നത്. ഒരു രക്ഷിതാവ് അല്ലെങ്കിൽ മാതാപിതാക്കൾ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതെ കുട്ടികൾ നന്നാകാൻ വേണ്ടി മറ്റുള്ളവരെ ഏൽപ്പിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന സ്വാഭാവികമായ അപാകതയാണ് സാന്ദർഭികമായി സൂചിപ്പിച്ചത്. അതായത്, റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഖുറത്തു അയുനും അതുപോലെ തന്നെ മുത്തഖീങ്ങൾക്ക് ഇമാമുമാകണമെന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ദീനുമായി ബന്ധമില്ലാത്ത ആളുകളെ അത് മോട്ടിവേഷൻ ക്ലാസ് അല്ലേ അല്ലെങ്കിൽ മറ്റുള്ള നിലക്കുള്ള ക്ലാസ് അല്ലേ എന്ന് കരുതി പറഞ്ഞയക്കുകയാണെങ്കിൽ ദീൻ മുഴുവൻ അതിൽ നിന്ന് ഊരിപ്പോവുകയും ദീനല്ലാത്തത് മുഴുവൻ അതിലൂടെ ലഭിക്കുകയും ചെയ്യുന്നതായിട്ടാണ് പലപ്പോഴും കാണാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ വ്യത്യാസം, അതുപോലെ തന്നെ ആണും പെണ്ണുമുള്ള കൂടിക്കലരൽ, അതുപോലെ വസ്ത്രവിധാനങ്ങളുടെ വേഷഭൂഷണങ്ങളുടെ ഏത് കാര്യങ്ങളിലും സംസ്കാര ശൂന്യമായ പെരുമാറ്റങ്ങളായിരിക്കും മിക്കവാറും ഉണ്ടാവുക. അതുകൊണ്ടാണ് ആണും പെണ്ണും ഷൈക്ക് കൊടുക്കുന്നത് നമ്മൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അധ്യാപകർ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥികൾ അധ്യാപകർക്കും ആൺപെൺ വ്യത്യാസമില്ലാതെ കൈ കൊടുക്കുകയും അതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും കാണാൻ സാധിക്കും. ഇതൊക്കെ അള്ളാഹുവും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച യഥാർത്ഥ ഇസ്ലാമിൻ്റെ മതനിയമങ്ങൾ പഠിക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഈ അടുത്ത് ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ഒരാളുടെ ഒരു ചെറിയ ക്ലിപ്പ് കാണാനിടയായി. അതിൽ അദ്ദേഹം പറയുന്നത് ഉപദേശം എന്ന് പറയുന്നതിനെ കളിയാക്കി. എന്ന് പറഞ്ഞൊരു രക്ഷിതാവ് തൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് നൽകുന്ന ഉപദേശത്തെ കളിയാക്കുന്ന വിധത്തിൽ സംസ്കാര ശൂന്യമായ ഒരു സംസാരം അദ്ദേഹം നടത്തുകയുണ്ടായി. എന്നാൽ അത്തരത്തിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊണ്ട് തൻ്റെ കുട്ടികൾ ഭൗതികപരമായി ഒരുപക്ഷെ ചെറിയ നിലക്കൊക്കെ ഏതെങ്കിലും നിലക്ക് ഉയർച്ച ഉണ്ടായേക്കാം. എന്നാൽ പരലോകം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള അനുഭവമാണ് പിന്നീട് ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വലിയ സംഖ്യ കൊടുത്ത് ഇത്തരം ക്ലാസ്സുകളിലും അതുപോലെ തന്നെ എൻ്റെ കുട്ടി നന്നാകണം, എൻ്റെ മോന് നന്നാവണം എന്ന് കരുതി ഇത്തരം കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ കൗൺസിലർമാരെ സമീപിക്കുന്ന ആളുകളും സ്വന്തം കുടുംബത്തിലുള്ള ആ വിടർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന പുഷ്പത്തിൻ്റെ സുഗന്ധം വാസനിക്കാൻ കഴിയാതെ പോയ ആളുകളാണ് അപ്പുറത്ത് പോയി ആ സുഗന്ധം അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും.
അതുകൊണ്ട് തന്നെ തൻ്റെ മക്കളെ വളർത്തുമ്പോൾ ഇസ്ലാം നിർദ്ദേശിച്ച പ്രകാരം, അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച പ്രകാരം വളർത്തുകയാണെങ്കിൽ നാടിനും രാജ്യത്തിനും സമൂഹത്തിനും കുടുംബത്തിനും അയൽവാസികൾക്കും എല്ലാം ഉപകരിക്കുന്ന മക്കളായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ മോട്ടിവേഷൻ ക്ലാസ്സുകളല്ല വേണ്ടത്, കൗൺസിലിംഗ് അല്ല വേണ്ടത്, മറിച്ച് ഖുർആനും ഹദീസും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ക്ലാസ്സുകളും അതുപോലെ തന്നെ ദർസുകളും അവസരങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.